നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ വിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബഹുമാനിയെ ഇന്നലെ നമ്മൾ പറഞ്ഞതിൻ്റെ ബാക്കി കൂടി പറയണം. ഇന്ത്യയിൽ 20% വരുന്ന മുസ്ലിം സമുദായം, അതിൽ 99.9% വോട്ടും കോൺഗ്രസിനാണ് ചെയ്തത്, കോൺഗ്രസ് മുന്നണിക്കാണ്. പക്ഷേ ഇന്ന് മധ്യപ്രദേശിലും യു പിയിലേക്ക് നടക്കുന്ന ആ സംഘർഷങ്ങൾക്കും ആക്രമണങ്ങൾക്കും എതിരെ എന്ത് ഈ കത്തോലിക്ക കോൺഗ്രസ് മിണ്ടാത്തത്? നിങ്ങൾക്കല്ലേ വോട്ട് ചെയ്ത്, പ്രതിപക്ഷ പാർട്ടിയല്ലേ, നിങ്ങളല്ലേ ന്യൂനപക്ഷങ്ങൾക്ക് സംരക്ഷണം കൊടുക്കേണ്ടവർ. നിങ്ങളിത് വായി തുറക്കാത്തത്? ഈ രാഹുൽ ഗാന്ധിയുടെ പ്രിയങ്കയോടെ പോയി, ഗാർഗയോടെ പോയി, ഗൂർഗയോടെ പോയി. അതാണ് ഇന്നലെ പറഞ്ഞത്. നിങ്ങൾ ചെയ്ത 99.9% വോട്ടിൽ പകുതി വോട്ട് മോഡിയോ BJPക്കോ ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ഒരു സംഭവം ഉണ്ടാവില്ല. മാത്രമല്ല, ഇന്ത്യയിൽ ഒരു മുസ്ലിം ഉപപ്രധാനമന്ത്രി ആയിരിക്കും. എന്താണോ നിങ്ങൾ കാണിക്കുന്നത്? ഇതിൻ്റെ ശബ്ദം കേൾക്കുക സാമാന്യ ബോധവും ബുദ്ധിയുള്ള സാധാരണ ജനങ്ങളെ, ചിന്തകന്മാരെ. ഞങ്ങളീ പറയുന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തിരുത്താം, തെറ്റുണ്ടെങ്കിൽ തിരുത്താം. കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനിൽ ഇന്ത്യയിൽ 20% വരുന്ന മുസ്ലിങ്ങളിൽ 99.9% വോട്ട് ചെയ്തിരിക്കുക കോൺഗ്രസ് നയിക്കുന്ന മുന്നണിക്കല്ലേ? സംശയം ഉണ്ടാർക്കല്ലോ. ഏതൊരു മധ്യപ്രദേശിലെ, യു പിയിലേക്ക് ഇപ്പം ഇന്നലെ മിനിയാന്നൊക്കെ നടക്കുന്ന സംഭവങ്ങളിൽ, അക്രമത്തെ സംഭവങ്ങളിൽ ആശ്വാസ വാക്കോ അല്ലെങ്കിൽ സമാധാന പരിഹാരം കാണാനോ ഈ കോൺഗ്രസ് എന്തെങ്കിലും മിണ്ടുന്നുണ്ടോ, വായു തുറക്കുന്നുണ്ടോ? ഇവിടെ പറന്നു പോകുന്ന രാഹുൽ ഗാന്ധി, പ്രിയങ്കയ്ക്ക് എവിടെയുണ്ട് മധ്യപ്രദേശിൽ പ്രശ്നത്തിൽ, യു പിയിലെ പ്രശ്നത്തിലൊക്കെ നിങ്ങൾ മിണ്ടുന്നില്ലല്ലോ. അപ്പം നിങ്ങൾക്കൊക്കെ ധാരണ എന്താ വെച്ചാൽ, മുസ്ലിങ്ങൾക്ക് വേണ്ടി വാദിച്ചാൽ ഹിന്ദുക്കൾ പുറത്തു പോകും, അപ്പോൾ നമ്മൾ ഒന്നുമില്ലാതെ ആവും. അങ്ങനെ ഇല്ലടോ. ന്യൂനപക്ഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ന്യൂനപക്ഷം ലോകത്ത് എല്ലാ രാജ്യത്തുണ്ട്. ന്യൂനപക്ഷങ്ങൾ മതപരമായിട്ട് മാത്രം ന്യൂനപക്ഷങ്ങൾ, പ്രാദേശിക ന്യൂനപക്ഷമുണ്ട്, ഭാഷാ ന്യൂനപക്ഷങ്ങളുണ്ട്, ജാതി ന്യൂനപക്ഷങ്ങളുണ്ട്, അങ്ങനെ പല വിഭാഗങ്ങളുണ്ട്. അതിൽ ജാതി ന്യൂനപക്ഷമാണ് മുസ്ലിം എന്ന് പറയുന്നത്, ക്രിസ്ത്യൻ, മുസ്ലിം, ബുദ്ധർക്ക്. ആ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കേണ്ട ബാധ്യത രാജ്യം ഭരിക്കുന്ന കക്ഷികളില്ലെന്നല്ല ഞാൻ പറയുന്നില്ല. അതിനേക്കാൾ ഉപരി ഇവിടെ BJP രാജ്യം ഭരിക്കുന്നത്, അതിനേക്കാൾ ഉപരി പ്രതിപക്ഷത്തിനുണ്ട്. എന്തുകൊണ്ട്? വോട്ട് മുഴുവൻ ചെയ്ത് നിങ്ങൾക്കാണ്. ഒരു ധാർമ്മിക ബാധ്യത മാത്രമേ BJPക്കുള്ളൂ, അല്ലാതെ സാധാരണ ഉത്തരവാദിത്വമില്ല. ധാർമ്മിക ബാധ്യത അനുസരിച്ച് രാജ്യധർമ്മം നിറവേറ്റുക, നീതി ലഭിക്കുക എന്ന് പറഞ്ഞ ഭാഷയിൽ ന്യൂനപക്ഷങ്ങൾ സംരക്ഷണം കൊടുക്കുക ബാധ്യത കൂടി ഉണ്ട്. രാജ്യം ഭരിക്കുന്ന കക്ഷിക്കുണ്ട്. പക്ഷേ കൂടുതൽ ഉത്തരവാദിത്വം ആർക്കാണ്? നിങ്ങൾക്കാണ്. ഈ കത്തോലിക്ക കോൺഗ്രസ്സാണ്. എന്താ കാരണം? വോട്ട് വഴി നിങ്ങൾക്കാണ്. ഇതൊരു മണ്ടത്തരമുണ്ടോ? ഈ മുസ്ലിം സമുദായമേ നിങ്ങൾ ചിന്തിക്കണം. അതായത് ബ്രിട്ടീഷുകാരുടെ എതിർപ്പുകൊണ്ട് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നിഷിദ്ധമാണെന്ന് പറഞ്ഞതിൻ്റെ ഫലമാണ് മുസ്ലിം സമുദായം ഇന്നും ഈ അവഗണന ഇന്ത്യയിൽ അനുഭവിക്കുന്നത്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പിരിച്ച് വിട്ടുപോയിട്ടും ആ പേര് ഉപയോഗിച്ചാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ മുസ്ലിം ലീഗ് ഇത്രയും അധംപതിച്ചു പോയത്. ഇന്ത്യൻ യൂണിയൻ മലപ്പുറം ലീഗായിട്ട് അധംപതിച്ചില്ലേ? പറയാൻ പറ്റുമോ? നിങ്ങൾ മനസ്സാക്ഷിയോട് ചോദിക്കുക, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇന്ത്യയിൽ വളർന്നോ തളർന്നോ എന്ന് ചോദിച്ചു നോക്ക്. മനസ്സാക്ഷിയോട് ചോദിക്കുക, അല്ലെങ്കിൽ വീടോട് ചോദിച്ചു നോക്ക്. തളർന്നു. ഇന്ത്യൻ യൂണിയൻ മലപ്പുറം ലീഗായിട്ട് അധംപതിച്ചു. അതുപോലെയാണ് ഇപ്പോൾ ഈ വോട്ട് പോലും നിങ്ങൾ ഈ കത്തോലിക്ക കോൺഗ്രസ് നയിക്കുന്ന മുന്നണിക്ക് കൊടുത്തതിൻ്റെ ക്ഷീണം നിങ്ങൾ അനുഭവിക്കുകയാണ്. അവർ സംരക്ഷിച്ചല്ലത് മനസ്സിലായില്ലേ? സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ 1 ലക്ഷത്തോളം വരെ വർഗീയതകളിൽ 4 കോടിയോളം ജനങ്ങൾ കശാപ്പ് ചെയ്ത് പോയിട്ടുണ്ട്. എന്നാൽ കേരള ജനസംഖ്യ കൂടുതലാണത്. അതിൽ 90% മുസ്ലിങ്ങൾ തന്നെയാണ്. അന്ന് BJP ഒന്നും ഇല്ലല്ലോ, RSS ഉണ്ടെന്നും. അന്ന് RSS ആണ് ചെയ്തെങ്കിൽ എന്തുകൊണ്ട് കോൺഗ്രസ് അതിനെ നിയന്ത്രിച്ചില്ല? അപ്പോൾ കോൺഗ്രസ് ഉത്തരവാദിത്തമുണ്ട്. അതേ കോൺഗ്രസ് ശൈലിയാണ് ഇപ്പോഴും വരുന്നത്. മുസ്ലിങ്ങൾക്ക് സംരക്ഷണം കൊടുക്കേണ്ട ബാധ്യത കോൺഗ്രസ് എടുക്കുന്നില്ല. ഇത് രാജ്യം ഭരിക്കുന്ന കക്ഷി അതിൽ കേന്ദ്ര ഗവൺമെൻറ് ഒരു വോട്ട് പോലും മുസ്ലിം സമുദായം കൊടുത്തിട്ടില്ല. കൊടുത്തു പോലും ഈ കത്തോലിക്ക കോൺഗ്രസ്സാണ്. എന്നിട്ട് എവിടെ പോയിപ്പോൾ? മധ്യപ്രദേശിൽ, പല സംസ്ഥാനങ്ങളിലും
ലഹളയും മറ്റും നടക്കുന്നുണ്ട്. അത് സത്യമാണ്, അത് സത്യമാണ്. കാന്ത പറഞ്ഞ പോലെ അത് സത്യമാണ്. പക്ഷെ അപ്പോഴുള്ള ബാധ്യത കോൺഗ്രസിനില്ലേ? എന്തുകൊണ്ടാണ് കോൺഗ്രസ് പ്രതിപക്ഷമാണ്, വോട്ട് കൊടുത്ത് കോൺഗ്രസ്സാണ്. ഇടൂ, എന്നിട്ട് ഇന്നലെ പറഞ്ഞ ഭാഷ നമ്മൾ വീണ്ടും ചോദിക്കുകയാണ്. 20% ഇന്ത്യയിൽ മുസ്ലിങ്ങൾ, ഏതാണ്ട് അത്ര തന്നെയാണ് ദളിതുകൾ. ആ ദളിതുകൾ 20% ദളിതുകൾ 20 പാർട്ടിയിലാണ്. 20% മുസ്ലിങ്ങൾ ഒറ്റ പാർട്ടിയിലാണ് കോൺഗ്രസ് വോട്ട് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് നിങ്ങളുടെ ഒപ്പ് ഇത്ത ഒരാൾ നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടോ? ഞാൻ വേറൊരു കാര്യം പറഞ്ഞല്ലോ, ഇത് മുസ്ലിം സമുദായമേ മറ്റ് ഇതര സമുദായങ്ങളും നിങ്ങൾ കേൾക്കണം. ഞാൻ പറഞ്ഞ സത്യമില്ലെങ്കിൽ നിങ്ങൾ തല്ലിക്കൊന്നേ, എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ സ്വന്തമായിട്ട് നടക്കുന്നല്ലേ റോഡൊക്കെ ഒറ്റക്ക്, നിങ്ങൾക്ക് തല്ലിക്കൊല്ലല്ലോ. നിങ്ങൾക്ക് പഠിച്ചൊരു ചെടി വേണോ, വെറുതെ തല്ലിക്കൊല്ലരുത്. കാരണം അയോധ്യയിൽ നിന്ന് ജയിച്ചത് ഒരു SP-കാരൻ ദളിതനാണ്. SP-കാരൻ ദളിതനാണ്. നാണം കൊണ്ട് ഈ കേൾക്ക്, മുസ്ലിം സമുദായത്തിൽ ചോദിക്കുകയാണ്. SP-കാരൻ ദളിതനാണ്. SP സമാജ്വാദി പാർട്ടി. അയാൾ 4ാമത് റോയിലാണ് പാർലമെന്റിൽ സീറ്റ് കൊടുത്തത്. അത് രാഹുൽ ഗാന്ധി പിടിച്ച് വലിച്ച് 1ാം റോയിൽ കൊണ്ടുവന്ന് രാഹുലിന്റെ മടിയിൽ ഇരുത്തിയില്ലേ? എന്തോ അയാൾ പ്രത്യേക യോഗ്യത, ഒരു ദളിത യോഗ്യതയാണോ? അപ്പൊ നിങ്ങൾ മറ്റുള്ള മുമ്പിൽ കാണിക്കാൻ ദളിതനെ സഹായിക്കാം, പക്ഷെ മുസ്ലിങ്ങളെ സഹായിക്കാൻ മുസ്ലിം പേര് ഉച്ചരിക്കാനും പാടില്ല. അതിനാണ് അന്തസ്സില്ലായ്മ, ആത്മാർത്ഥയില്ലായ്മ, ആണത്തില്ലാന്നുണ്ട്. ഈ പ്രിയങ്കയ്ക്ക് ജാതി പദം എപ്പോഴും അറിയോ? വയനാട്ടിൽ ഇലക്ഷൻ വരുമ്പോൾ മാത്രം കുഞ്ഞാക്കാടെ ഭാര്യ കെട്ടിപ്പിടിക്കല്. അത് കഴിഞ്ഞാൽ മുസ്ലിമായിട്ട് അടുത്തൂല് വരാൻ പാടില്ല. എത്ര നാളെ കണ്ടു കേട്ട് നിൽക്കുക? അത് ചുക്കാൻ പിടിക്കാൻ കുഞ്ഞാക്കാടെ തങ്ങളും. ഇവിടെ എന്ത് സംഭവിച്ചത് അവർക്കെന്താ? പണ്ട് ഇബ്രാഹിം സുലൈമായിട്ടുള്ള കാലത്ത് കുറെ കണ്ണീരും ചാടിക്കും. ഇപ്പൊ അതുമില്ല, കണ്ണീര് ചാടിക്കലും ഇല്ലാതെ പറയുന്നില്ല. അതേ സ്ഥാനത്ത് ഒരു മനഃശാസ്ത്ര വിദഗ്ധൻ അല്ലെങ്കിൽ ഒരു മനഃശാസ്ത്ര വിദഗ്ധന്മാരിൽ അടങ്ങുന്നൊരു കൂട്ടായ്മ, ഒരു ഫിലോസഫിസ്റ്റുകൾ, തത്വജ്ഞാനികൾ അടങ്ങുന്ന കൂട്ടായ്മ, ഒരു ശാസ്ത്രീയ വിഭാഗം കൂട്ടായ്മ, ഒരു അരിത്തമെറ്റിക് കണക്ക് ശാസ്ത്രം കൂട്ടായ്മ. ഈ കൂട്ടായ്മ പറയാണ് നിങ്ങൾ കാണിക്കുന്നത് മണ്ടത്തരമാണ്. ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഇപ്പോൾ കാണുന്നത് അറബി ഭാഷ നിഷിദ്ധമാക്കാൻ 10 വരയ്ക്കുന്നതിനേക്കാൾ മറ്റൊരു അപകടമാണ് നിങ്ങൾ അന്ധമായി കത്തോലിക്ക കോൺഗ്രസ് വിധം നടക്കുന്നത്. നിങ്ങൾ ഒരിക്കലും രക്ഷപ്പെടാൻ പോകുന്നില്ല, അവർക്ക് സാധിക്കില്ല. പ്രത്യേകിച്ച് ഒരു ന്യൂനപക്ഷ ഭരണകൂടം അല്ലെങ്കിൽ ന്യൂനപക്ഷ നേതാക്കൾ നയിക്കുന്ന ഒരു പാർട്ടിക്ക് മറ്റ് ന്യൂനപക്ഷങ്ങൾ, പ്രത്യേകം മുസ്ലിം സമുദായത്തെ സംരക്ഷിക്കാൻ അവർക്ക് ധൈര്യമില്ല. അല്ലെങ്കിൽ ഈ ആന്റണി തന്നെ ചെയ്തിട്ടുണ്ടോ? സോണിയ ചെയ്തിട്ടുണ്ടോ? അവർ മിണ്ടുവോ? അവർക്ക് ധൈര്യമില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, നമുക്ക് നമ്മുടെ നേതാവായിട്ട് വരേണ്ടത് നല്ല ഒരു സവർണ നേതാവ് തന്നെ. അങ്ങനെ ഉണ്ടായത് നമ്മുടെ ശങ്കർദയാൽ ശർമാജിയെ പോലെ, ശാസ്ത്രി പോലെയൊക്കെ മനുഷ്യത്വമുള്ള ബ്രാഹ്മിൻസ് അല്ലെങ്കിൽ ഉണ്ടായിരുന്നു. അവർ തന്നെ വേണം നമുക്ക് നേതാവായിട്ട്. അല്ല ഒരു ക്രിസ്ത്യാനി വന്നിട്ട് കാര്യമില്ല, ഒരു മുസ്ലിം വന്നിട്ട് പോലും കാര്യമില്ല. പക്ഷെ അവർ ഈ സമുദായ സ്നേഹമുള്ളതായിരിക്കും, നീതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതായിരിക്കണം. ഇന്നലേക്ക് മധ്യപ്രദേശിലേക്ക് അത് നോമ്പ് കാലമാണല്ലോ, പള്ളികളൊക്കെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. UP-യിൽ എത്രയോ 100-200 വർഷം എടുക്കുന്ന UP ലക്നൗ സർവകലാശാലയിൽ ഇത് പള്ളിയിൽ പ്രാർത്ഥിക്കാൻ പാടില്ലെന്ന് വേണ്ടി സമരം ഉണ്ടാക്കിയാണ്. അപ്പം അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഭരിക്കുന്ന കക്ഷിക്ക് അവർ വോട്ട് നിലനിർത്താൻ വേണ്ടി അത് ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോൾ പ്രതിപക്ഷം ചെയ്യും, അതിന് സമാധാനം, സെക്യൂരിറ്റി, സുരക്ഷിതം കൊടുക്കണ്ടല്ലേ? രാഹുൽ ഗാന്ധി കൊടുക്കുന്നുണ്ടോ? മുസ്ലിം എന്ന വാക്ക് രാഹുൽ മുസ്ലിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും വാക്ക് രാഹുൽ ഉച്ചരിച്ചിട്ടുണ്ടോ? പ്രിയങ്ക ഉച്ചരിച്ചിട്ടുണ്ടോ? അവർ ഉച്ചരിക്കുന്ന എപ്പോഴത്തെ വയനാട്ടിൽ വോട്ട് വരുമ്പോൾ ഉച്ചരിക്കും, കുഞ്ഞാക്കാടെ ഭാര്യയൊക്കെ കെട്ടിപ്പിടിക്കും. അല്ലാതെ ഉണ്ടോ തങ്ങളെ? ഈ സോണിയാഗാന്ധി കാര്യം ഇപ്പോൾ 10 വർഷം കോൺഗ്രസ് ഭരിച്ചല്ലോ. അന്ന് സോണിയ ആയിരുന്നല്ലോ സർവാധി, സോണിയാഗാന്ധി പ്രധാനമന്ത്രി ആയിരുന്നല്ലോ, മൻമോഹൻ സിംഗ് ഉണ്ട്. അന്നല്ലേ ഇവിടെ അറബിക് സർവകലാശാല കൊടുക്കാൻ തീരുമാനമായത്. കുഞ്ഞാക്ക തങ്ങളെ, കോൺഗ്രസ് നേതാക്കളെ നിങ്ങൾ എന്ത് വായി വിളിച്ചിരുന്നു? ആ ക്ഷീണം ഇന്നും മുസ്ലിം സമുദായത്തിൽ മാറിയിട്ടില്ല. അങ്ങനെ ഒരു എങ്കിൽ പോലും അവരത് മയപ്പെടുത്തി വലിയ ശത്രു വരാതിരിക്കാൻ വേണ്ടി ചെയ്യുമ്പോൾ ഇപ്പോഴും അവർ കാലുവാരാണ് കോൺഗ്രസ്സുകാർ. ഒരു കാര്യം വ്യക്തമായിട്ടും ശക്തമായിട്ടും തുറന്നു പറയാം, 47 സീറ്റ് ഈ സമുദായത്തിൽ കൊടുക്കണം. കൊടുത്തില്ലെങ്കിൽ അപകടത്തിലെത്തും. തന്നെയുമല്ല, നിങ്ങൾ രമ ചേച്ചിയെ മന്ത്രിയാക്കാൻ എന്തൊരു ആഗ്രഹം.
ഉമ ചേച്ചിയെ മന്ത്രിയാക്കുന്ന ആഗ്രഹം കോൺഗ്രസ്സുകാർക്ക്. എന്തിടെ ഒരു മുസ്ലിം ചേച്ചിയെ മന്ത്രിയാക്കുന്ന, ഒരു വനിതാ മന്ത്രിയാക്കാൻ ശ്രമിക്കാത്തത്, ലിസ്റ്റിൽ പോലും വരാത്തത്? ആ ഷാനിമോൾ ഉസ്മാൻ നിങ്ങൾ തോൽപ്പിച്ചോളയല്ലേ? ആരും അറിയുന്നില്ലെന്ന് വിചാരിച്ചോ? മാസ്റ്റർ എവിടെ നിന്നൊക്കെ തോൽപ്പിച്ചോളല്ലേ? കുറേയൊക്കെ അവർ തെറ്റിട്ട് ചെയ്യാൻ പറ്റില്ല എങ്കിലും. അപ്പോൾ ഇപ്പോൾ പറയുന്നൊരു പോളിസിയാണ് ജയമാണോ നമ്മുടെ പ്രധാന, വിജയിക്കുക എന്നുള്ളതാണ് പ്രധാന പിന്നെ യോഗ്യത. മറ്റൊരു യോഗ്യതയില്ല. അതൊക്കെ കയ്യിൽ വെച്ചാൽ മതി. നിങ്ങൾ വിചാരിച്ച് ജയിപ്പിക്കാനും തോൽപ്പിക്കാനും പറ്റും. അപ്പോൾ അത് നിർത്തിയ കുഞ്ഞ് അവിടെ ജയിക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് സീറ്റിലായിരുന്നു സവർണ കൊടുക്കുക, അല്ലെങ്കിൽ മറ്റു ജാതിക്ക് കൊടുക്കുക. നടക്കൂല മോനെ സതീഷ, രമേഷേ. നിങ്ങൾ ജനസംഖ്യക്കാനുപാതികമായി സ്ഥാനാർത്ഥി നിർണയിത്തവണ ഇലക്ഷനിൽ, അസംബ്ലി ഇലക്ഷൻ നിർത്തിയില്ലെങ്കിൽ അത് വലിയ വില കൂടി കൊടുക്കേണ്ടി വരും. നിങ്ങളറിയാലോ, 40% വരുന്ന അൻവർ ആ പാർട്ടി ചേരാൻ വന്നില്ലേ? അവിടെ സതീഷിൻ്റെ കൂട്ടുകാർ കളിച്ച അൻവറിനെ കുറിച്ച്, അൻവറിനെ ഒക്കെ തെറ്റില്ല ഞാൻ പറഞ്ഞില്ല, പക്ക അതേമാതിരി കാണിച്ചത്, അത് സംശയമൊന്നുമില്ല. കാരണം AICC ഒരു സ്ഥാനാർത്ഥി നിർണ്ണയിച്ചാൽ ആ സമയത്ത് അത് പറ്റൂല എന്ന് പറഞ്ഞാൽ അത് തല്ലുകൊള്ളായ്മയാണ്. കോൺഗ്രസ് കഴിവില്ലാത്ത തല്ലില്ല എന്നുള്ളൂ. അതൊക്കെ തെറ്റ് തന്നെയാണ്, സംശയമൊന്നുമില്ല. പക്ഷേ എങ്കിൽ പോലും അവസാനം നിങ്ങൾ എവിടെ കൊണ്ടുവച്ചറിയോ? വലിയ ഒരു പാവം നിരപരാധിയായി ജയിലിൽ കിടന്ന ആൾ, ഒരു കള്ളൻ, വയറുകാരി കള്ളൻ്റെ കൂടെ ജയിലിൽ വെച്ച് റോഡ് കൊണ്ട് നടക്കുമ്പോലെ 0.5% 1.5% ആദിവാസിക്ക് കുഴപ്പമുണ്ടെന്ന് വെച്ചില്ല, 1.5% ആദ്യം നമ്മൾ ആദിവാസി ആരുടെ കൂടെ കൊടുത്ത്? ജാനുവിൻ്റെ CK ജാനുവിൻ്റെ കൂടെ. CK ജാനുണ്ട്, അൻവറും ഉണ്ട്. CK ജാനു ഒരു കുഴപ്പമില്ല. ഞാൻ ജനസംഖ്യയുടെ കാര്യം പറഞ്ഞുകൊണ്ട്, ബാക്കിയൊന്നും കുഴപ്പമില്ല. ആദിവാസിയോടൊന്നും ഇഷ്ടമൊന്നുമില്ല. നിങ്ങൾ കൊടുത്തല്ലേ? 1.5% ജാനുവും കൊടുത്തേർത്ത് മുന്നണി കൊടുത്ത് അൻവർ കൊടുത്ത്, 40% അൻവർ കൊടുത്തു. ഇതൊക്കെ ഈ സമുദായം കണ്ടും കേട്ടുകൊണ്ടിരിക്കുകയാണ്. അൻവറിനോട് ചിലപ്പോൾ പ്രത്യേക സ്നേഹമൊന്നും ഉണ്ടാവില്ല, പക്ഷെ എൻ്റെ സമുദായത്തോട് താല്പര്യമുണ്ട്. ഇപ്പം അമ്പ് കളിച്ചെടുത്തപ്പോൾ ഞാനിലും പറയും ഞങ്ങളോട് കളിച്ച് അങ്ങനെ ഇരിക്കുന്ന പറയുമ്പോൾ അഭിമാനമുണ്ടല്ല, ആ അഭിമാനമുണ്ട്. അതെല്ലാ ജാതിക്കുണ്ട്, മുസ്ലിംസ് മാത്രമല്ല, മുസ്ലിങ്ങൾക്കുണ്ട്. അത് സാധിച്ചിട്ട് ഉരുട്ട് കളിച്ചൊക്കെ അറിയില്ല, എന്ത് കാണിച്ചറിയാലോ. ഇപ്പോൾ വേറൊരു കാര്യം പറഞ്ഞു, പാരമ്പര്യം. എടോ, ഇന്ത്യയിൽ ആദ്യമായിട്ട് പാരമ്പര്യമായിട്ട് വന്നാരാ? ശിഹാബ് തങ്ങളോ മുസ്ലിം ലീഗ് അല്ല. ഇന്ദിരാഗാന്ധി, നെഹ്റുവിൻ്റെ ശേഷം ഇന്ദിരാഗാന്ധി കൊണ്ടുവന്ന 60 തന്നെ കൊണ്ടുവന്നു. 57 വിമോചന സമരം ഉണ്ടല്ലോ. 59 വിമോചന സമരത്തിൽ ഇന്ദിരാഗാന്ധി AICCയുടെ പ്രസിഡന്റാണ്. അപ്പോൾ ഏതാണ്ട് 57 മുമ്പ് തന്നെ ഇന്ദിരാഗാന്ധി അച്ഛൻ്റെ മകളായിട്ട് ആ പാരമ്പര്യമായിട്ട് വന്നു. അതാണ് ആദ്യമായിട്ട് ഇന്ത്യ തുടങ്ങി. അവിടെയാണ് കോൺഗ്രസ് പാർട്ടി പിഴച്ചത്. ഈ നശിക്കാൻ കാരണമാണ് ആ അച്ഛനും ഒരു മകളെ കൊണ്ടാണ്. ഇപ്പം അത് ലീഗുകാർ കൊണ്ടുവന്നു. ഇതിപ്പോൾ RSP, ഏറ്റവും വലിയ പുരോഗമന പാർട്ടി RSP, കാർത്തികനെ കൊല്ലത്തിന് വേണം, പ്രേമചന്ദ്രനെ വിജയിപ്പിക്കുക. 2 ഇലക്ഷനിലും അതിൻ്റെ ചുക്കാൻ പിടിച്ചതും അതിൻ്റെ ടെക്നിക്കും, എന്താണ് ഭാഷ പറഞ്ഞത്, ചാണക്യതന്ത്രമൊക്കെ കാർത്തികാണ്. അവിടെ മകന് സീറ്റ് കൊടുക്കണം. മകന് താല്പര്യമില്ല, പിന്നെന്ത് ചെയ്യണം? നിങ്ങൾ പറയുകയാണെങ്കിൽ മകൻ നിർത്തുമെന്ന് പ്രേമേന്ദ്രൻ പറഞ്ഞു. ഇതൊക്കെ എന്ത് തട്ടിപ്പാന്നറിയോ? ഇതൊക്കെ ആരും അറിയുന്നില്ലെന്നുള്ള എൻ്റെ പ്രേമചന്ദ്രജി. പബ്ലിക് മണ്ടന്മാരി അയക്കരുത്. ഞാൻ ഒരു കാര്യം പറയും, KB തോമസ് എൻ്റെ നേതാവ് കൂടിയാണ്. അദ്ദേഹം ഈ കഴിഞ്ഞ ജയിച്ച പാർലമെൻറ്റ് സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ച് അവിടെ സ്വിമ്മിംഗ് പൂളിൽ നിന്ന് മേക്കപ്പ് ചെയ്ത് മുടിയൊക്കെ കറുപ്പിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അവിടെ നിന്നൊരു അനൗൺസ്മെൻറ്റ് കൊടുക്കുകയാണ്, എനിക്ക് സീറ്റ് കിട്ടി, ഞാൻ എറണാകുളം കൊച്ചിക്ക് പോകണം, 10,000 രൂപ കടം വാങ്ങിക്കണം. 10, 20, 30, 40, 50 വർഷക്കാലം മന്ത്രി വരെ, കേന്ദ്രമന്ത്രി, സ്റ്റേറ്റ് മന്ത്രി, MP, MLA ആൾ പറയാണ് സ്ഥാനാർത്ഥി ഒന്നും കിട്ടിയോ ഡൽഹിയിൽ നിന്ന് 10,000 രൂപ ടിക്കറ്റ് കടം വാങ്ങിച്ചിട്ട് പോകുന്നു. ആരും ബോധിപ്പിക്കുക, ആൾക്കാർക്ക് മനസ്സിലാവില്ലേ? അതിലൊരു തന്ത്രം ഇപ്പോൾ പ്രേമേന്ദ്രൻ പറഞ്ഞു, മകന് താല്പര്യമില്ല, പക്ഷെ നിങ്ങൾ പറയുകയാണെങ്കിൽ ഞാൻ ആക്കിയെടുക്കാം. ആർക്ക് വേണ്ടി പറയുന്നു? പിള്ളേരാൻ പോകണം. അന്ന് ബേബി ജോണിൻ്റെ പോകുന്നു, ദിവാകരൻ്റെ മകൻ വന്നു. എന്താണ് കുടുംബം? ഇന്നലെ യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു നേതാവ് പറഞ്ഞല്ലോ, ഇന്നലെ കുറച്ചാൾ മുമ്പ്, അങ്ങനെ പ്രസിഡന്റ് മാറ്റിയപ്പോഴ് ഏറ്റവും സീനിയർ മോസ്റ്റായ ലീഡർ ഞാനാണ്, എനിക്ക് തരണമെന്ന്. നല്ല പോയിന്റാണ് അത്. ഈ ഇലക്ഷൻ സ്ഥാനാർത്ഥി വരുമ്പോഴല്ല പറയാത്തത്. യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആകാൻ വേണ്ടി അത് പറഞ്ഞ ആ നേതാവൊക്കെ സ്ഥാനാർത്ഥി ഉമ്മൻചാണ്ടിയുടെ മണ്ഡലത്തിൽ നിന്നിപ്പോൾ ഏറ്റവും സീനിയർ ആളെ വയ്ക്കണം എന്ന് പറഞ്ഞവിടെ നെറുകെട്ട നിങ്ങൾക്ക് അനുകൂലമാണെങ്കിൽ അപ്പം നിങ്ങൾ പറയും അത് വേണം, അല്ലെങ്കിൽ വേണ്ടില്ല. ഉമ്മൻചാണ്ടി മകൻ ഷാനവാസ് കൊടുക്കൂല, അത് മുസ്ലിം കൊടുക്കൂല.
മറ്റ് ഇപ്പോൾ ഉമ്മ ചേച്ചി വെച്ചു, ഉമ്മയുടെ ഭർത്താവ് വെച്ചു ഉമ്മ ചേച്ചി, അവിടെ രമയുടെ ഭർത്താവ് രമ ചേച്ചി. അവിടേക്ക് രണ്ടാമത്തെ സീനിയർ ആരാണോ, സീനിയർ മോസ്റ്റ് ആരാണോ ആൾക്ക് കൊടുക്കണം. ഇതിൻ്റെ ഈ ഒരു തെമ്മാനത്തെ കാണിച്ച് ലാലുവിൻ്റെ പാർട്ടി ഞങ്ങൾ പോരാൻ കാരണം എന്താണ്? ലാലു അകത്തായപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുന്നപ്പോഴും അത് രഞ്ജൻ പ്രസാദ് യാദവ്, ബാബുജി എന്ന് വിളിക്കുന്നത് രഞ്ജൻ പ്രസാദ് യാദവാണ്, ഡെപ്യൂട്ടി ലീഡർ. അദ്ദേഹത്താണ് മുഖ്യ സ്ഥാനം കൊടുക്കേണ്ടത്. അത് കൊടുക്കാതെ വീട്ടിൽ നിന്ന് ഭാര്യയെ കുളിപ്പിച്ചുകൊണ്ടെന്ന് ചാർജ് കൊടുത്തപ്പോഴാണ് ഞങ്ങൾ വിട്ടുവന്നു, പോയി പണി നോക്കാൻ പറഞ്ഞു. അങ്ങനെ പാരമ്പര്യവാദം രാഷ്ട്രീയത്തിൽ പറ്റില്ലെന്നേ, അത് കുടുംബയോഗങ്ങളിലൊക്കെ. അത് തന്നെയല്ല, മുസ്ലിം ലീഗ് വെച്ചാൽ അതൊരു സമുദായ പാർട്ടിയാണ്, ജാതി പാർട്ടിയാണ്, അവർക്ക് എന്തും ചെയ്യാം. ജനാധിപത്യ പാർട്ടിയെ, ഏറ്റവും വലിയ സോഷ്യലിസ്റ്റ് പാർട്ടിയെ, കോൺഗ്രസ്സിൽ ഈ പാരമ്പര്യം എന്താണ്, അച്ഛൻ ആയിരുന്നു വെച്ചിട്ട് മകൾക്ക് അവകാശമുണ്ടത്. അവിടെയല്ലേ തെറ്റുപറ്റിയോ കോൺഗ്രസ്സുകാർക്ക്? നെഹ്റു ശേഷം ഇന്ത്യയെ കൊണ്ട് തന്നെയാണ് തെറ്റുപറ്റിയത്. അതാണ് ഈ പാർട്ടി നശിച്ചു, ഇന്ത്യ നശിച്ചു, BJP വരാൻ കാരണം. എങ്ങനെയാണ് ശാസ്ത്രിയുടെ ഭരണം? പാവ മനുഷ്യൻ, ശാസ്ത്രീയക്കായിരുന്നു വലിയ കുഴപ്പമുണ്ടാവോ? വീട് പോലും ശ്രദ്ധിക്കാതെ രാജ്യത്തെ മാത്രം നോക്കി വളർന്ന് ശാസ്ത്രി എങ്ങനെ കൊന്നു, എങ്ങനെ മരിച്ചു? അതിനുശേഷം ആരൊക്കെ മരിച്ചിട്ടുണ്ട്? 8-10 പേര് വന്നാണല്ലോ. അതൊക്കെ അപകടം വരേണ്ടതാണല്ലോ. എന്താണ് അത്? മോൻ്റെ ഇതിനടുത്ത് വരാൻ പാടില്ല. രാഹുൽ ഗാന്ധി വരുമ്പോൾ അത് വരാൻ പാടില്ല. അങ്ങനെ വരാൻ സാധ്യത എല്ലാവരും കൊന്നുകളഞ്ഞത്. ഞാൻ പേരെടുത്ത് പറയാനില്ല, 10-12 പേര് പറയാം. ഇപ്പോൾ ലിസ്റ്റിൽ അവർ കാണപ്പെടാൻ ഓർക്കുന്നില്ല. ആലോചിച്ചെടുത്താൽ പറയാം. ഒന്ന് വസുന്ധര രാജിൻ്റെയൊക്കെ ഇതില്ലേ, പിന്നെ ഇപ്പോഴത്തെ രാജസ്ഥാൻ മന്ത്രിയുടെ രാജേഷ് പൈലറ്റ്, അങ്ങനെ എത്ര പേര്, ഹൈദരാബാദിലെ ഒരു മന്ത്രി, അങ്ങനെ ഒരുപടിയൊക്കെ ഉണ്ട്. അങ്ങനെ ചെയ്ത് രാഹുൽ ഗാന്ധി വരുമ്പോഴേ മറ്റ് തടസ്സം വളരെ എല്ലാം വഴി മുടക്കി കൊന്നും മാറ്റി വെച്ച് അവസാനം രാഹുൽ ഗാന്ധി വന്നപ്പോൾ അത് ഒരു കഴിവിട്ട ആളായിപ്പോയി. രാഷ്ട്രീയത്തിൽ പറ്റിയെടുക്കാനുള്ള കഴിവൊന്നും രാഹുൽ ഗാന്ധിക്കൊന്നുമില്ല. ഏതെങ്കിലും സമരം രാഹുൽ ഗാന്ധി നടത്തുന്നുണ്ടോ? ഈ പ്രിയങ്ക ഗാന്ധി അല്ലെങ്കിൽ സോണിയാഗാന്ധി ഈ ഒരു ദിവസം ജയിലിൽ കിടന്നുണ്ടോ? നെഹ്റുവും രാഹുൽ ഗാന്ധി നെഹ്റുവും പിന്നെ ഗാന്ധിജിയും മൗലാന അബുക്ക് ആസാദൊക്കെ വർഷങ്ങളോ ജയിലിൽ കിടന്നാണ്. അത് കട്ടും പെണ്ണു പിടിച്ചു പോയതല്ല, രാജ്യ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചു, സ്വാതന്ത്ര്യ സമയത്ത് പ്രവർത്തിച്ചു. സോണിയാഗാന്ധി എവിടുന്നോ വന്നൊരു വിദേശ സ്ത്രീ ഇത്രയും കാലം ഇന്ത്യ നശിപ്പിച്ചു കളഞ്ഞല്ലേ. ഇപ്പോൾ സോണിയാഗാന്ധി എവിടെ ഉണ്ടെന്ന് അറിയില്ല. ഇന്ത്യ വിട്ടുപോയിന്നാണ് പറയുന്നത്, ശരിയൊറ്റ എനിക്കറിയില്ല. എത്ര സമരം ചെയ്ത് എത്ര ജയിലിൽ കിടന്നു? ഈ രാഹുൽ എത്ര ജയിലിൽ കിടന്ന് എത്ര സമരം ചെയ്ത്? പ്രിയങ്ക എത്ര സമരം ചെയ്ത്? അങ്ങനെയാണെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ EVM-നെതിരെ ലക്ഷക്കണക്കിന് ആൾക്കാർ പങ്കെടുക്കുക. റിട്ടയർഡ് ജസ്റ്റിസ്, സീനിയർ ചീഫ് ജസ്റ്റിസ് റിട്ടയർഡ് 90 വയസ്സുള്ള ആളൊരു സമരം നിർത്തില്ലേ അന്ന് ഡൽഹിയിൽ. അന്ന് രാഹുൽ ഗാന്ധി തിരിഞ്ഞു നോക്കിയോ? അന്ന് അവർ കൂടെ ഒന്ന് ശക്തിയായിരുന്നെങ്കിൽ അത് അന്നും മാറില്ലായിരുന്നോ? അപ്പം അത് ഞാൻ ഇന്ത്യയിലെ മുസ്ലിങ്ങളോട് പറയുന്നത്, ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവർക്ക് വോട്ട് ചെയ്തുകൊണ്ട് നിങ്ങളെ ഒരു രക്ഷ കിട്ടില്ല. മറിച്ച് നിങ്ങൾ പകുതി പേരെങ്കിലും നിങ്ങൾ BJPക്ക് അല്ലെങ്കിൽ മോഡിയുടെ പിന്തുണ കൊടുക്കുകയാണെങ്കിൽ നിങ്ങളിൽ നിന്ന് ഒരാളെ ഉപപ്രധാനമന്ത്രിയാക്കാം ഇന്ത്യയിൽ. ഞങ്ങൾ ഗ്യാരണ്ടി കൊടുക്കാം. കണക്കിൽ ഉദ്ദേശിച്ചാണ് പറയുന്നത്. അത് അവിടെ പ്രിയങ്ക അവർ മറ്റത് മറിച്ചത്. ഖാത്തിന് കൊടുക്കണം. 40% മുസ്ലിങ്ങളിൽ ഒരു 4-5 സീറ്റ് ഉണ്ടെങ്കിൽ RSPക്ക് ഒരു മുസ്ലിം സീറ്റ് കൊടുക്കാൻ പോലും പറ്റുന്നില്ല, ചിന്തിക്കുന്നില്ല. അത് പറ്റില്ല. അങ്ങനെയല്ല, ജനസംഖ്യക്ക് ആനുപാതികമായിട്ടുള്ള രീതി വെച്ചൊക്കെ കൊടുക്കുന്ന പരാതി വളരെ വലുതാണേ. ഞാൻ മനോരമയെ കുറിച്ച് പറയുമ്പോൾ, മനോരമയിൽ ഒരു ക്രിസ്ത്യൻ പേരുണ്ടെങ്കിൽ വാർത്ത വരും. അത് ഞാൻ കുറ്റം പറയുന്നില്ല, അങ്ങനെ വേണം. 40% സമയത്ത് ഈ പാർട്ടികളൊക്കെ ഒരു മുസ്ലിം സ്ഥാനാർത്ഥി വയ്ക്കണ്ടേ? ഇന്നലെ CP ജോൺ പറഞ്ഞു എന്തെല്ലാം ആൾക്കാർ എത്ര പറഞ്ഞ കുറ്റമല്ലോ പറഞ്ഞു. ഇത് ശരിയാണുള്ള ശാതം മതിയല്ല, ആരും കുറ്റം പറഞ്ഞു. ജോൺ സാറിന് ഒരിക്കലും കുറ്റം പറയില്ല. അദ്ദേഹം അത്ര കണ്ട് ആഴ്ച ചിന്തിച്ചിട്ടില്ല കാര്യമൊന്നും. ഞങ്ങൾ ചിന്തിച്ചോളുന്ന അദ്ദേഹം സാധാരണ രാഷ്ട്രീയക്കാരല്ലേ, അദ്ദേഹം ദൃഷ്ടിയിൽ അദ്ദേഹം കാണുന്നത് ശരിയാണെന്നാണ് പറഞ്ഞത്. അത് തെറ്റുമില്ല, പ്രഥമ ദൃഷ്ടി തെറ്റുമില്ല. പക്ഷേ പ്രഥമ ദൃഷ്ടി മാത്രമല്ല, ആഴത്ത് ചിന്തിച്ചാൽ നമുക്ക് ആഴ്ച ചിന്തിക്കുമ്പോൾ ഒരു മുസ്ലിം സ്ഥാനാർത്ഥി കൊടുക്കേണ്ടായിരുന്നു. അതങ്ങനെ പറഞ്ഞത് ഒരുപടി ആൾക്കാർ അനുകൂലമാണ്. അത് ചേട്ടൻ ഇന്നിപ്പോൾ പറഞ്ഞില്ല, ഇന്നലെ പറഞ്ഞ് മുസ്ലിം സ്ഥാനാർത്ഥി കുറയാൻ പോകുന്നു. ഇന്ന് ഒരുത്തൻ പറഞ്ഞ് ഇങ്ങനെ രമേശ് ചേച്ചിക്കും ഉമ്മ ചേച്ചിക്കും കൊടുക്കുമ്പോൾ എന്തുകൊണ്ട് മുസ്ലിം സ്ത്രീക്ക് ഒരു മന്ത്രിസ്ഥാനം കൊടുത്തുകൂടാ? ചോദ്യം ലളിതമല്ലേ, നേരെ ചോദ്യം ഉത്തരമല്ലേ പറഞ്ഞത്.
എത്ര പറഞ്ഞാലും ഞാൻ ഇപ്പോഴും ചോദിക്കുന്നത്, നിങ്ങൾ കോൺഗ്രസ്സുകാർ UDF വരെ നിങ്ങൾ ഈ എത്ര മുസ്ലിം സ്ഥാനാർത്ഥികൾ പ്ലാൻ ചെയ്തിട്ട് ഒരൊറ്റ പേര് പുറത്തേക്ക് വരുന്നില്ല. പിന്നെ നിങ്ങൾ ഏത് നിമിഷം കൊടുക്കും? നിങ്ങൾ ആർക്ക് കൊടുക്കും? എത്ര പേർക്ക് നിങ്ങൾ ലിസ്റ്റിൽ വന്നിട്ടുണ്ട്? നിങ്ങളുടെ പ്ലാനിങ് ഒരാളും ഇല്ല. മറ്റ് പല സമുദായത്തിലും പല ആൾക്കാരും പൊക്കി പിടിച്ച് വരുന്നുണ്ട്. ഇപ്പം അത്യാവശ്യം ട്രിവാൻഡ്രത്ത് സിനിമാടൻ രജനീഷ് അദ്ദേഹം BJP പോകും. ഞാൻ നേരത്തെ പറഞ്ഞാണെന്നറിയോ, നമ്മൾ ഒരാളോട് അടുപ്പമുണ്ട്, സ്നേഹമുണ്ട്, ഫോർമാലിറ്റി വെച്ചുള്ള സ്നേഹമുണ്ട്. ഇപ്പോൾ സുരേഷ് ഗോപി അന്ന് ട്രിവാൻഡ്രം വന്നപ്പോഴേ പുള്ളിയെ കെട്ടിപ്പിടുത്തം അടുപ്പം കാണിച്ച് യഥാർത്ഥത്തിൽ പുള്ളി BJP അനുഭവിയാണ്. അന്ന് ഞങ്ങൾ മനസ്സിൽ വിചാരിച്ച് പുറത്ത് പറയും ചെയ്ത്. ഇപ്പോൾ ഇത് ജഗദീഷ് BJPയിൽ പോകണം. ഇന്ന് വേറൊരു പെണ്ണുമുള്ള ഉടുമ്പൻചോലയിൽ വരുൺ ഗീതാ പ്രഭാകരൻ്റെ DIG ആണ്, BJP ചേർന്നു. ഞാൻ കുറ്റം പറയില്ല. അപ്പോൾ ഉന്നത പോലീസ് ഓഫീസേഴ്സൊക്കെ BJPയിൽ പോവാണ്. ഉന്നത പോലീസ് ഓഫീസേഴ്സ് മാത്രമല്ല, കോൺഗ്രസ് വളരെയധികം ആൾക്കാർ ഇപ്പോൾ BJPയിൽ പോകും. കാരണം BJP എന്ന് പറഞ്ഞാൽ യാഥാർത്ഥ്യമായിട്ടത്. ഇനി അതിനെക്കുറിച്ച് നിങ്ങൾ കണ്ണടിച്ച് ഇരുട്ടാക്കിയിട്ട് കാര്യമില്ല. ഈ നിൽക്കുന്ന കോൺഗ്രസ് നിന്നിട്ട് ടിക്കറ്റ് കിട്ടാതെ എല്ലാവരും അടയുന്ന BJPയിലേക്കാണ്. ഇന്ന് നാളെ പ്രതീക്ഷയുള്ള പഠിച്ചല്ല, അത് പരിധി ശരിയാണ്. അന്ധമായിട്ട് BJP അകത്ത് നിൽക്കുന്ന ബുദ്ധിയല്ല. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നിശ്ചിതമാക്കാൻ 10 വർഷം പോലെയായി പോകും. മുസ്ലിം സമുദായം ഞാൻ പറയാണ്, കാലേ കൂട്ടി പ്രവചിക്കുന്ന ഒരു പ്രവചനമൊന്നുമല്ല, അതൊക്കെ പ്രവാചമില്ല. പറയുന്ന കാര്യം നമ്മൾ പറഞ്ഞതെല്ലാം സത്യമായിട്ട് വന്നിട്ടുണ്ട്. 10-20 വർഷം പിടിക്കുന്നുള്ളൂ. ഇപ്പം നമ്മൾ പറയുന്നു, നിങ്ങൾ അകന്നു പോകുന്ന അല്ലെങ്കിൽ മാറ്റി നിർത്തുന്ന BJPയൊക്കെ ഇന്നലെ നാളെ കേരളത്തിൽ പോലും അധികാരത്തോ വരും, അല്ലെങ്കിൽ പ്രതിപക്ഷമൊക്കെ ആകും, സാധ്യതയുണ്ട്. അപ്പോൾ ഇപ്പം നിങ്ങൾ വെറുതെ പണിക്ക് എല്ലാം ഒന്നുമില്ലാതെ മാറി നിന്ന് ഈ അന്ധമായ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും മാത്രം സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങളൊരു വലിയ വില കൊടുക്കേണ്ടി വരും. അവർക്കാർക്കും BJP പിന്നെ എന്താണ് അപ്രാപ്യവാദി സാധനമൊന്നുമല്ല, പ്രാപ്യം തന്നെയാണ്. അവർക്ക് ചതിയിൽ പൊടി തട്ടി നേരെ BJPക്ക് പോകും. നിങ്ങളോ BJP വിരുദ്ധം പറഞ്ഞ് നിങ്ങൾ അവിടെ എപ്പോഴും നിങ്ങൾ പുറത്ത് വെക്കും. അന്നും പുറത്ത്, ഇന്നും പുറത്ത്, എന്നും പുറത്ത്. അത് ബുദ്ധിയല്ല. അതായത് കാട്ടിൽ ഭൂകമ്പോ തീപിടുത്തമൊക്കെ ഉണ്ടാകുമ്പോഴേ ചെറിയ മൃഗങ്ങൾക്ക് വളരെ പെട്ടെന്ന് ഓടി രക്ഷപ്പെടും. ആനെപ്പോലെ വലിയ മൃഗം കേട്ടറിയുമ്പോഴേക്കും പോകാൻ പറ്റാതെ അവിടെ ചത്തുന്നല്ലേ. ഈ കാലങ്ങൾക്ക് അനുസൃതമായ മാറ്റങ്ങൾക്ക് വിധേയമായി കൊണ്ടുകൊണ്ട് കാര്യങ്ങൾ മുൻകൂട്ടി ദീർഘമായി ചിന്തിച്ച് മനസ്സിലാക്കി പ്രവർത്തിച്ചില്ലെങ്കിൽ നിങ്ങളും ഞാൻ നാണം കെട്ടുമോ അല്ലെങ്കിൽ ഒറ്റപ്പെട്ടുമോ അല്ലെങ്കിൽ തോറ്റുപോകും. ഇപ്പോൾ BJP പോയാൽ ഇത്തിക്കല്ലികളാണ്. ഇത്തിക്കൽ ഭ്രഷ്ട് കൽപ്പിക്കാതെ പറയുമ്പോൾ മലയാളത്തിൽ അത് ഭ്രഷ്ട് ഇത്തിക്കല്ല. അതുപോലെ ഭ്രഷ്ട് കൽപ്പിക്കുമ്പോൾ കാര്യത്തിൽ അതൊക്കെ യാഥാർത്ഥ്യമാവും. ഇന്നലെ നാളെ വന്നേ തിരുവരും, സംശയമൊന്നുമില്ല. ഇന്ത്യ എന്നുള്ളത് BJP ഒരു യാഥാർത്ഥ്യം. ഇപ്പോൾ BJP നിങ്ങൾ അന്ന് പറയുമ്പോൾ വർഗീയ പാർട്ടി ആയിട്ടല്ല കണ്ടേ, രാജ്യഭരിക കക്ഷിയായിട്ടാണ്. ഒന്നും കൂടി ഞാൻ വിശദമായിട്ട് പറയാം. ഇപ്പോൾ BJP എല്ലാവരും കാണുന്നത് അന്ന് ഇപ്പോൾ സംഘപരിവാറാണ്, RSS ആണ്, വർഗീയ പാർട്ടിയാണ്, ഫാസിസ്റ്റാണെന്ന് പറഞ്ഞ് ആ രീതിക്ക് മാറിയിട്ട് ഇന്ത്യ ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. ആ പാർട്ടിയിൽ ചേരാനുള്ള ശ്രമത്തിലാണ് എല്ലാവരും. ചേർത്താൽ അതിൻ്റെ മെച്ചമുണ്ട്, അത് സത്യമാണ്. അന്നത്തെ 25 വർഷം 100 വർഷം മുമ്പുള്ള RSS പറഞ്ഞിട്ട് കാര്യമല്ലോ. ഇന്ത്യ രാജ്യം ഭരിക്കുകയാണ്. രാജ്യം ഭരിക്കുമ്പോൾ ആ പാർട്ടി മോശം അതുകൊണ്ട് വല്ല കാര്യമുണ്ടോ? അത് ഞാൻ പച്ച മലയാളത്തിൽ പറഞ്ഞു. തള്ളയുടെ വീട്ടിൽ കല്യാണം കഴിച്ചിട്ട് ഗോത്രം നോക്കേണ്ട കാര്യമുണ്ടോ? രാജ്യം ഭരിക്കുന്ന RSS. അപ്പോൾ ഇന്നിനി RSS കൊള്ളൂല എന്ന് പറഞ്ഞിട്ട് എന്താണ് കാര്യം? മണ്ടത്തരല്ലേ ഇത്? പണ്ട് മതി പറഞ്ഞ പോലെ കിടക്കാം. അതൊന്നും ബുദ്ധിയല്ല. ബുദ്ധി എന്ന് ഇപ്പോൾ തന്ത്ര നയമാണ്. ഹിക്മത്തിൻ്റെ ആശാനായിരുന്നു പ്രവാചകൻ. ഹിക്മത്തിൻ്റെ തന്ത്രം, കുതന്ത്രമല്ല. കുതന്ത്രം കൊള്ളൂല, അത് മാന്യമൊക്കെയില്ല. തന്ത്രം വേണം. ഏറ്റവും വലിയ തന്ത്രജ്ഞ പറയാൻ കാരണമില്ല. കഅബ പൊളിച്ചു വന്നപ്പോഴ അജുൽ അസ്വദ് കല്ലില്ലേ, 4 ഗോത്രങ്ങളായിരുന്നു. കല്ല് അവിടെ എടുത്ത് വഹിക്കണം. ആര് വഹിക്കും? 4 ഗോത്രം ഒരാൾക്ക് കൊടുത്താൽ തർക്കവും. തർക്കം ബഹളവും. കാരണം അത് പ്രവാചക കാലത്തിന് ശേഷം പലവരും പരസ്പരം കുത്തിവെച്ചും കൊന്നിട്ടൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് അത്ര പുണ്യവാളെന്ന് പറയാൻ പറ്റുന്നില്ല. ഖലീഫമാർ പലരും കൊന്നിരിക്കുകയാണ്. തങ്ങളെയൊക്കെ യുദ്ധത്തിന് പേര് പറഞ്ഞ് കൊല്ലാണ്, പരസ്പരം ആക്രമിച്ചിട്ട് കൊന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ വലിയ വിപ്ലവം ഉണ്ടാവും. പ്രവാചകൻ എന്ത് ചെയ്തു? തൻ്റെ കയ്യിൽ കിടക്കുന്ന 2 പൗണ്ട് അതേ വലിയ ഷാളുണ്ടല്ലോ, അത് കൊണ്ട് വിടുത്തി ചാന്തി എടുത്ത് വെച്ചിട്ട് 4 മൂലയിൽ പിടിക്കാൻ പറഞ്ഞു. 4 മൂലയിൽ പിടിച്ച് കൊണ്ടു വയ്ക്കാൻ പറഞ്ഞു. അപ്പോൾ ആർക്കും പരാതിയില്ല. അതിനിടോ തന്ത്രം എന്ന് പറഞ്ഞാൽ ഹെക്കുമത്ത് എന്നുണ്ട്. അത് തന്ത്രം തന്നെയാണ്. പക്ഷെ മുസ്ലിം സമുദായത്തിൽ ഈ ആധുനിക യുഗത്തിൽ അങ്ങനെ തന്ത്രം കാണിക്കുന്നുണ്ടോ? അങ്ങനെ തന്ത്രം കാണിക്കുന്നെങ്കിൽ
BJP ആയിട്ട് ധാരണ എത്തിയത്. അങ്ങനെ ആരെയും ധാരണ എത്തിയാൽ, ഇപ്പോൾ നമ്മൾ കാന്തപുരം കാണിച്ചു, തെറ്റുണ്ടെങ്കിൽ ധാരണ എത്തിയാൽ അത് നിങ്ങൾ കുറ്റപ്പെടുത്തും. ധാരണ എത്തുമ്പോഴും നമ്മുടെ സമുദായത്തോട് സ്നേഹം കാണിക്കണം. ഇവിടെ ഒരു അടിസ്ഥാനപരമായ വലിയൊരു പ്രശ്നമുണ്ട്. ബേസിക് ഈ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ട്, ബേസിക് റീസൺ അടിസ്ഥാനപരം. അതെന്താ അറിയുമോ? ഏതാണ്ട് 20% താഴെയാണ് മുസ്ലിങ്ങൾ ഇന്ത്യയിലുള്ളത്. ഈ 20% മുഴുവൻ സംഘടിച്ചാലും അല്ലെങ്കിൽ സംഘടിപ്പിച്ചാലും, സ്വയം സംഘടിക്കുകയോ അല്ലെങ്കിൽ മറ്റു സംഘടിപ്പിച്ചാലും BJPക്ക് RS ഒരു പരാതിയില്ല. ബാക്കി 80% ഫ്രീ ആവില്ലേ? അങ്ങനെ 20% മുസ്ലിങ്ങളിൽ നല്ല ശതമാനം വോട്ട് BJPക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഡിമാൻഡ് വയ്ക്കണം. എന്താണത്? ഞങ്ങൾ 20% ഞങ്ങൾക്ക് എല്ലാ കേരള 20% തരണം ഭരണത്തിലെ നിലം, ബാക്കി നിങ്ങൾ മുഴുവൻ എടുത്തോ എന്ന് പറഞ്ഞാൽ അവർക്ക് സന്തോഷമായി, മുസ്ലിം സമുദായം രക്ഷപ്പെടും. പിന്നെ ഒരു കുഞ്ഞു തിരിഞ്ഞു നോക്കില്ല. ഇന്ന് മോഡിയുടെ ആളാണെന്ന് പറഞ്ഞാൽ ഒരാൾ മുസ്ലിമിൽ ഏതാണെങ്കിലും ഒരാൾ തിരിഞ്ഞു നോക്കില്ല. ഒരു ഭയമൊക്കെ ഉണ്ട്. മനസ്സിലാകണ്ട മുസ്ലിം സമുദായമേ, നോമ്പ് കാലം പരിശുദ്ധ റമദാൻ മാസമല്ലേ, പള്ളിയിലേക്ക് പോകേണ്ട സമയമാകുന്നുള്ളൂ, അതിന് വേണ്ടി നൃത്തം പോണ്. മനസ്സിലായോ? അതുപോലെ ബുദ്ധി ഉപയോഗിക്കണം. അല്ലാതെ യുദ്ധം ചെയ്ത് പരസ്പരം ചാവൻ ആർക്കും ഈ ജീവൻ കളയപ്പെട്ട് സാധിക്കും. ഇന്നലെ കണ്ടില്ലേ വയറ്റില് തമാശ തുടങ്ങിയായിരിക്കും, അവസാനം കാര്യമായി ആ പെണ്ണിൻ്റെ ജീവന് പോയി, ഇയാൾ ജയിലിലുമായി. ഇയാൾക്ക് സുഖമാണ്, ഇനിയുള്ള കാലം സുഖമായിട്ട് ജീവിക്കുകയും ചെയ്യാൻ കാശ് കിട്ടാൻ കുഴപ്പമില്ല. അപ്പം അതുപോലെയാണ് കാലങ്ങൾക്കനുസൃതമായ മാറ്റങ്ങൾ വിധേയമായിക്കൊണ്ട് പ്രായോഗികമായിട്ട് പ്രാക്ടിക്കൽ എന്ന് പറയുന്നത് പ്രായോഗികമായിട്ട് എന്തുകൊണ്ട് ചെയ്യുമ്പോൾ ഇന്ന് ഇന്ത്യയിൽ മുസ്ലിങ്ങൾ ചെയ്യേണ്ടത് ഈ ഘട്ടത്തിൽ നിങ്ങൾ സഹായിക്കുക കോൺഗ്രസോ കമ്മ്യൂണിസ്റ്റോ വരില്ല. കമ്മ്യൂണിസ്റ്റ് ഇല്ലല്ലോ കേരളത്തിൽ മാത്രമല്ലോ, കോൺഗ്രസ് വരില്ല, രാഹുൽ ഗാന്ധിയോ കോൺഗ്രസ് വരില്ല. അല്ലെങ്കിൽ കോൺഗ്രസ് അതുപോലെ നല്ലൊരു ഹിന്ദു സമുദായത്തിൽപ്പെട്ട നിയന്ത്രണം വരണം. ഗാർഗിൽ നിന്ന് വന്നിട്ടില്ല, നല്ല ബ്രാഹ്മൺ നിയന്ത്രണത്തിൽ വരണം എന്ന് പറഞ്ഞാൽ അവർ ശ്രമിച്ചാൽ അത് നടക്കും, കുഴപ്പമില്ല. അതില്ലാതെ നടക്കില്ല. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ ശത്രുവിനെ കണ്ട് സംസാരിച്ചിട്ട് ധാരണ എത്താം, അതിന് അമിക്കബിൾ സെറ്റിൽമെന്റ്. അതാണ് ഒരു ബുദ്ധി കാണിക്കാൻ നിങ്ങൾ തയ്യാറാവുമോ? ഒരു കാര്യം പറഞ്ഞാൽ നിർത്താം. വീണ്ടും പറയുന്നു, ഈ 99% വോട്ടും കോൺഗ്രസ് ചെയ്തിട്ട് ഈ കത്തോലിക്ക കോൺഗ്രസ് കൊടുത്തിട്ട് നിങ്ങൾ സംരക്ഷിക്കുക, അവർ വരില്ലെന്ന് മാത്രമല്ല ഒരു സഹായമല്ല, ഒരാൾ നേതാകുന്നില്ല. അതിൽ പകുതി വോട്ട് നിങ്ങൾ BJP ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ഇന്ത്യയിൽ പ്രധാനമന്ത്രിയായിട്ട് ഒരു മുസ്ലിം നാമധാരി മുസ്ലിം ഉണ്ടാവരുത്. അത് ഞങ്ങൾ ഗ്യാരണ്ടി ചെയ്യാം. ഞങ്ങളെപ്പോഴും ദീർഘമായി ചിന്തിക്കുക, അകലെ കാണുന്ന നടക്കുക. ഇന്നത്തെ മാത്രമല്ല, ഒരു 10-20 വർഷം 50 വർഷം മുമ്പ് കണ്ടുകൊണ്ടാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നത്. അപ്പം ചോദിക്കും, നിങ്ങൾ എന്തിട്ട് പണക്കാരനാകത്ത്? പണക്കാരൻ ലക്ഷ്യമല്ല. പണം കൊണ്ട് എല്ലാം നേടാൻ പറ്റുമോ? ഒന്നും നേടാൻ പറ്റില്ല. അതുകൊണ്ട് മുസ്ലിം സമുദായമേ നിങ്ങൾ ശാന്തമായിരുന്ന് നിങ്ങളുടെ ചിന്തകന്മാരും ബുദ്ധിജീവികളും ചിന്തിക്ക് അതിന് പ്രതിഫലം കാണും. അല്ലാതെ ഈ കോൺഗ്രസ് നടക്കൂല. കോൺഗ്രസ് വെള്ളം കുടിക്കാൻ പോകുന്നത് ഈ 47 സീറ്റ് പങ്കിടുമ്പോൾ കിട്ടിയില്ലെങ്കിൽ സംഭവിക്കുക എന്താണെന്നുള്ളത് പടച്ചോനെ സത്യം അപ്പം അറിയാം, ഇപ്പം പറയുന്നില്ല. ഇത്രയും കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്താം. ജയ് ഹിന്ദ്.